കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-ൽ സീറ്റ് ധാരണയായി. ആകെയുള്ള 76 വാർഡുകളിൽ CPM 59 സീറ്റിലാണ് മത്സരിക്കുക. CPI-യും RJD-യും 5 സീറ്റുകളിൽ ജനവിധി തേടും. വിജയസാധ്യത കുറഞ്ഞ ഡിവിഷനുകൾ മാറ്റി നൽകണമെന്ന RJD-യുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. മേയർ ബീന ഫിലിപ്പ് മത്സരിക്കില്ല. ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദാണ് മേയർ സ്ഥാനാർത്ഥി. വൈകിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, LDF-ന്റെ കോട്ടയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. തർക്കം ഇല്ലല്ലോ ഇല്ലേ? സീറ്റ് ധാരണയിൽ പിന്നെ ഇതിനുശേഷം ഒരു തർക്കത്തിന് സാധ്യത കാണുന്നില്ലല്ലോ. മഞ്ജുഷ, സീറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സീറ്റിൽ ധാരണയായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും വലിയ കീറാമുട്ടിയായി മാറിയിരുന്നത് RJD-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ തവണയും 5 സീറ്റുകളാണ് RJD-ക്ക് നൽകിയിരുന്നത്. എന്നാൽ അതിനു മുമ്പ് 6ഉം 7ഉം സീറ്റുകളൊക്കെ നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും കൂടുതൽ സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ CPM ഉറച്ചു നിന്നു. അതിനുശേഷം അവർക്ക് മാവൂർ റോഡ്, നടക്കാവ് അടക്കമുള്ള സീറ്റുകൾ, ആഴ്ചവട്ടം പോലുള്ള 3 സീറ്റുകൾ നൽകുകയും ചെയ്തു. പിന്നീട് 2 സീറ്റുകൾ സംബന്ധിച്ച് CPM നിർദ്ദേശിക്കുന്ന 4 സീറ്റുകളിൽ 2 എണ്ണത്തിൽ മത്സരിക്കൂ എന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കില്ലെന്ന ശക്തമായ നിലപാടിലേക്ക് RJD നീങ്ങുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിലും അവസാനം CPM മുന്നോട്ട് വെച്ച സീറ്റുകൾ, അതായത് ഈ BJP നേതാവ് നവ്യ ഹരിദാസ് മത്സരിക്കുന്ന കാരപ്പറമ്പ്, മൂന്നാലിങ്കൽ എന്നീ 2 സീറ്റുകൾ നൽകാമെന്ന് അറിയിക്കുകയും അവസാനം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതിനാൽ RJD ഒടുവിൽ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുകയും ഈ 2 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനമെടുക്കുകയുമായിരുന്നു. ഒപ്പം INL-ന്റെ 2 വിഭാഗങ്ങളുണ്ട്. ആ 2 വിഭാഗങ്ങൾക്കുമായി ഓരോ സീറ്റ് വീതം നൽകിയിട്ടുണ്ട്. ആ സീറ്റ് വാങ്ങുന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായെങ്കിൽ പോലും അവിടെ ആരെ മത്സരിപ്പിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഏത് വിഭാഗത്തിന് ഏത് സീറ്റ് എന്ന തർക്കവും നിലനിൽക്കുന്നു. എന്തായാലും അത് അവസാന ഘട്ടത്തിൽ ഉച്ചയോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനം ആകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സാങ്കേതികമായി പറഞ്ഞാൽ മുന്നണിയുടെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം CPM-ന് വലിയ നിർണായകമായ സ്വാധീനമുള്ള ഒരു നഗരസഭയാണ്. ഒറ്റയ്ക്ക് അവർക്ക് ഭരിക്കാൻ സ്വാധീനമുള്ള നഗരസഭ. 46 സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അടുത്ത കക്ഷികൾക്കൊക്കെ കൂടി 4 സീറ്റ് ലഭിക്കും. അങ്ങനെ 50 സീറ്റുകളുണ്ട്. 75 കഴിഞ്ഞ തവണത്തെ അംഗബലം. അതിൽ 50ഉം ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു നഗരസഭയാണ്. കോൺഗ്രസിനാവട്ടെ കഴിഞ്ഞ 2 തവണയായി 18 സീറ്റുകളാണ് കഴിഞ്ഞ 2 തവണയും ലഭിച്ചിരിക്കുന്നത്. BJP-ക്കും കഴിഞ്ഞ 2 തവണയായി 7 സീറ്റുകൾ ലഭിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്തവണ ഭരണം പിടിക്കണമെന്ന ഒരു ഉറച്ച നിലപാടിലായിരുന്നു കോൺഗ്രസ് ആദ്യ ഘട്ടം മുതൽ മുന്നോട്ട് പോയത്. ഒരു വട്ടം സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പ്രമുഖ കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവ് KC അബുവിൻ്റെ മകളും കഴിഞ്ഞ തവണത്തെ നിയമസഭാ കക്ഷി നേതാവായ ശോഭിതയ്ക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവർ കഴിഞ്ഞ വർഷം മത്സരിച്ച സീറ്റിൽ ഇത്തവണ സംവിധായകൻ VM വിനുവിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു. തൊട്ടടുത്തുള്ള ചേവായൂർ മേഖലയിൽ ഇവരെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നെങ്കിലും പ്രാദേശികമായി വലിയ എതിർപ്പുകളുണ്ട്. അതുകൊണ്ട് ശോഭിതയ്ക്ക് ഇത്തവണ സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഒപ്പം PM നിയാസിനെയാണ് നേരത്തെ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കണ്ടിരുന്നത്. അദ്ദേഹം മത്സരിക്കും എന്നാണ് തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനല്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. നേതൃത്വമൊക്കെ ഇടപെട്ട് അദ്ദേഹത്തോട് മത്സരിക്കണം, മുതിർന്ന നേതാവിൻ്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ ഗുണകരമാവും എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം മത്സര സന്നദ്ധത ഇപ്പോഴും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. റിബൽ ഭീഷണി അടക്കം ചില ഇടങ്ങളിൽ നേരിടുന്നുമുണ്ട്. അതൊക്കെ പരിഹരിച്ച ശേഷം മാത്രമാവും ഇനി കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ അവശേഷിക്കുന്ന ആളുകളെ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥ നിൽക്കുന്നു. മറുവശത്ത് BJP 45 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പക്ഷേ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും മുന്നണി എന്ന നിലയിലുള്ള വലിയ തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വീണ്ടും BJP-യുടെ കോർ കമ്മിറ്റി ചേരുകയും മറ്റ് ഘടകകക്ഷികൾക്ക് ഏതൊക്കെ സീറ്റ് നൽകണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഒരുപക്ഷെ നാളെയോടുകൂടി BJP അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 3 മുന്നണികളിലും ഒരു പൂർണ്ണമായ ഒരു ചിത്രത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അവസാന വട്ടവും INL-ലുമായുള്ള ചർച്ചകൾ ഒരുപക്ഷെ നടക്കുന്നു. MS അനീഷ് കുമാറാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ CPM, CPI, RJD ധാരണയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്.